വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരളത്തിലെ സുവർണ കൊടുമുടി ഗോൾഡൻ പീക്ക് എന്നറിയപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ മനോഹരമായ പൊന്മുടിയിലേക്കാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്ത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ പോകണമെന്ന് ഞാൻ പറഞ്ഞുതരാം. യാത്ര ആരംഭിക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. രാവിലെ 6:58 പാസഞ്ചർ ട്രെയിനിൽ പോയാൽ വെറും 20 രൂപ കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തേക്ക് എത്താവുന്നതാണ്. ട്രിവാൻഡ്രത്ത് നിന്നും 9:10 നമുക്ക് പോകേണ്ട പൊന്മുടി ബസ് പുറപ്പെടുന്നത്. 8:45 ആയപ്പം നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കൂടെ ഓഫീസിലെ ഫ്രണ്ട്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് പൊന്മുടിയിലേക്ക് പോകാനുള്ള ബസ്. ഫ്രണ്ട് സീറ്റ് കിട്ടിയ സന്തോഷത്തിലിരിക്കുമ്പോഴായിരുന്നു ആ പണി കിട്ടിയത്. ഒരാൾക്ക് 79 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ ഈ പോകുന്ന ബസ് 50 സീറ്റിന്റെ ബസ്സാണ്. 30 സീറ്റുള്ള ബസ് മാത്രമേ പൊന്മുടിയിലേക്ക് കയറുള്ളൂ. അതുകൊണ്ട് നെടുമങ്ങാട് ചെന്നിട്ട് അവിടുന്ന് വേറെ ബസ്സിൽ കയറി പോകണമെന്നായിരുന്നു കണ്ടക്ടറിന്റെ നിർദ്ദേശം. ഇതിനെ ചൊല്ലി യാത്രക്കാരവിടെ തർക്കമായി. അതോടെ എൻ്റെ ഫ്രണ്ട് സീറ്റും പോയി. ട്രിവാൻഡ്രത്ത് നിന്ന് യൂഷ്വലി 30 സീറ്റിന്റെ വണ്ടി തന്നെയാണ് പോകാറുള്ളത്. പക്ഷെ ഇന്നെന്തോ ഭാഗ്യമില്ല. വെയിലായതുകൊണ്ട് നമ്മുടെ പ്ലാൻ ഒന്ന് മാറ്റി പിടിച്ചു. നേരെ മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് പോയി. നമ്മുടെ പ്ലാൻ മാറിയതുകൊണ്ട് തന്നെ പൊന്മുടിയുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് പിന്നെ തിരിച്ച് മീൻമുട്ടിയിലേക്ക് നമ്മൾ നടക്കുകയാണ് ചെയ്തത്. പിന്നൊരു കാര്യം, ബസ് ഷിഫ്റ്റ് ചെയ്തതിൽ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ആ സെയിം ടിക്കറ്റ് വെച്ച് തന്നെയാണ് നെടുമങ്ങാട് നിന്ന് പൊന്മുടി ബസ്സിലേക്ക് കയറിയത്. പന്ത്രണ്ട് മണിയാവാറായപ്പോൾ ആണ് നമ്മൾ മീൻമുട്ടിക്കടുത്തുള്ള പൊന്മുടിയുടെ ആ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയത്. മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് എൻട്രി ഫീ വരുന്നത് 40 രൂപയാണ്. അത്യാവശ്യം നടക്കാൻ പറ്റുന്നവർ മാത്രം ബസ്സിൽ വരിക. അകത്തേക്കുള്ള എൻട്രൻസിലേക്ക് പോകാൻ ഏകദേശം 1 കിലോമീറ്റർ നടക്കേണ്ടിയിരിക്കുന്നു. ആ 1 കിലോമീറ്റർ നടക്കുന്ന ഭാഗത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള വ്യൂ ആണിത്. അത്യാവശ്യം ഷോപ്പൊന്നും അവൈലബിൾ അല്ലെങ്കിലും എൻട്രൻസിൻ്റെ ഭാഗത്ത് വാഷ്റൂമും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഉള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. പാഴ്സൽ വാങ്ങിച്ച കപ്പയും ചിക്കൻ കറിയും കഴിച്ചിട്ടാണ് നമ്മൾ വാട്ടർഫാൾസിലേക്ക് പോയത്. എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെയാണ് കുളിക്കാൻ പറ്റുന്ന സ്പോട്ട് ഉള്ളത്. നമ്മൾ ആദ്യമേ വാട്ടർഫാൾസ് കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ കുളിക്കാനുള്ള പ്ലാനിലാണ് പോയത്. എൻട്രൻസിൽ നിന്നും 1 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വേണം വാട്ടർഫാൾസിലേക്ക് എത്താൻ. അത്യാവശ്യം ആനയുടെയും കരടിയുടെയും ഒക്കെ ശല്യം ഉണ്ടായിരുന്നത് കൊണ്ട് പകല് പോലും ഇവിടുത്തെ പ്രവർത്തകർ തീ കത്തിച്ചിട്ടാണ് ഇരിക്കാറ്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് നമുക്ക് 1/2 കിലോമീറ്റർ മുമ്പേ തന്നെ കേൾക്കാൻ പറ്റുന്നതാണ്. ആരും പ്ലാസ്റ്റിക്കോ മറ്റ് വേസ്റ്റുകളോ എങ്ങും ഇടാതിരിക്കുക. ഏജ്ഡ് ആയിട്ടുള്ളവരും കുട്ടികളും ഈ ക്രോസിങ്ങിലൊക്കെ ഒന്ന് സൂക്ഷിച്ചു പോകുന്നത് നല്ലതായിരിക്കും. ഈ മരത്തിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
ഈ കാണുന്നതാണ് മീൻമുട്ടി വാട്ടർഫാൾസ്. വാട്ടർഫാൾസ് കണ്ടതിന് ശേഷം എൻട്രൻസിൻ്റെ ഭാഗത്ത് നിന്ന് കുളിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത്. മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ചായക്കടയിൽ നിന്ന് മസ്റ്റായിട്ട് ഈ ഉള്ളിവട കഴിച്ചിരിക്കണം. മീൻമുട്ടിയിൽ നിന്ന് ഇറങ്ങിയത് കുറച്ചധികം ലേറ്റായിപ്പോയി. ഏകദേശം 5 മണിയായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു വിഷ്യ KSRTC ഡ്രൈവർ മാമനെയാണ്. ഈ ജംഗ്ഷനിൽ ചായ കുടിക്കാൻ വേണ്ടി 5 മിനിറ്റ് നിർത്തിയിടാറുണ്ട്. പുള്ളി പറഞ്ഞത് നമ്മൾ പണ്ട് 2 മലയുടെ ഇടയ്ക്കായിട്ട് സൂര്യൻ്റെ ചിത്രം വരയ്ക്കാറുണ്ടല്ലോ, അതേ ഫ്രെയിം ഇവിടെ ചില ദിവസങ്ങളിൽ കിട്ടുമെന്നാണ്. അങ്ങനെ നമ്മൾ 22ാമത്തെ ഹെയർ പിന്നും കഴിഞ്ഞിരിക്കുകയാണ്. KSRTC ബസ്സിലായതുകൊണ്ടാവണം നമുക്ക് എൻട്രി ഫീസൊന്നും വേറെ പൊന്മുടിയിലേക്ക് കയറാൻ വാങ്ങിച്ചിട്ടില്ല. ഇതാണ് പൊന്മുടിയുടെ പോലീസ് സ്റ്റേഷൻ. KSRTC യാത്രയും കോടമഞ്ഞും. നിങ്ങൾ തന്നെ പറ ബാക്കിയുള്ള വീഡിയോ കണ്ടിട്ട്. കുറച്ച് ലേറ്റ് ആയതിനാൽ നല്ല വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. എന്നാൽ ഞാൻ ഇതിനു മുമ്പ് പൊന്മുടിയിലേക്ക് പോയപ്പോൾ എടുത്ത വിഷ്വൽസ് ഞാൻ ഷെയർ ചെയ്യാം. റീൽസിലൊക്കെ കാണാൻ പറ്റുന്ന പൊന്മുടിയുടെ ഹിഡൻ സ്പോട്ടായിട്ടുള്ള ഈ മരത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്തേക്കാം.
പൊന്മുടി ടോപ്പ് എത്തുന്നതിന് മുമ്പുള്ള ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്താൽ മതിയാവും ആ മരത്തിൻ്റെ ലൊക്കേഷനിലേക്ക് എത്താൻ. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ബസ്സിൻ്റെ ടൈമിങ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ വന്ന ബസ് തന്നെയാണ് പൊന്മുടിയിൽ നിന്ന് തിരിച്ച് നെടുമങ്ങാടിലേക്ക് പോകുന്ന ലാസ്റ്റ് ബസ്. വൈകിട്ട് 6:30-ക്കാണ് തിരികെ പോകുന്നത്. കൊല്ലത്ത് നിന്നും പൊന്മുടിയിലേക്ക് മാത്രമായിട്ട് വരികയാണെങ്കിൽ വെറും 198 രൂപയ്ക്ക് നമുക്ക് പോയി വരാവുന്നതാണ്.